ഗൈസ്, ഞാൻ അല്ലുവിൻ്റെ അതിനൊരു സ്കൂളിലേക്കാട്ടോ പോണത്. ഇന്ന് അതിനൂടെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലുക്കുട്ടന് ചുമയായിരുന്നു, കാശിക്കുട്ടന് ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ട് കണ്ടില്ല, പോയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ കരച്ചിലായിരുന്നൂടെ, കാരണം കാശി ഉണ്ടായിരുന്നില്ല, അല്ലു ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ അവരുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പിറന്നാളായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ള് ചെക്കൊക്കെ ചെയ്തിട്ട് ഫൈനൽ നമ്മൾ താലപ്പൊലിക്കാവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എപ്രാവശ്യത്തെയും പോലെ തന്നെ ഒരുപാട് കടകളും ആൾക്കാരും ഉണ്ട്. താലപ്പൊലിയിൽ പിറ്റേ ദിവസം ആട്ടെ എന്നിട്ട് പോലും ഇവിടുത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന ഈ ചുരിദാർ സെറ്റ് എങ്ങനെയുണ്ട്? നല്ലൊരു ബ്ലൂ കളറിലുള്ള മിന്ത്രയിൽ നിന്ന് എടുത്ത ആട്ടോ. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും, നല്ല റൈറ്റാണ്. ലിങ്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കോർലൈറ്റ് കൊടുത്തേക്കാം. താലപ്പൊലിക്ക് എപ്രാവശ്യത്തെ ഒരു ഹൈലൈറ്റ് ആട്ടോ. ഇവിടെ എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇപ്രാവശ്യത്തായിട്ട് ഇതാണ്. ഇതെനിക്ക് തോന്നുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റേ ഡാമിഞ്ചി സുരേഷാന്ന് തോന്നുന്നുണ്ട്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്തോ അവർ പറഞ്ഞ കേട്ടു ഞാൻ. പിന്നെ ഇവർക്ക് ടോയ്സ് വാങ്ങാൻ കയറി. എല്ലാ ടോയ്സിനും നല്ല വിലയാട്ടോ, കാരണം അവർ പറയണ വില 400 എന്ന് പറഞ്ഞാൽ 400. അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് മേടിക്കേണ്ടത്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 പേർക്ക് മേടിക്കണം. അങ്ങനെ ഇവർക്കൊരു ബൈക്കും ചെറിയൊരു കാറൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പാർക്കുട്ടിക്കാണെങ്കിൽ ഹെയർ ബാൻഡും സ്ലേഡും മേടിച്ചു. പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇവരെയും കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിലും നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ്. അവരൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെന്താ, എല്ലാ കടയിലും കയറി അമ്മ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, സീ യു.